ഇന്ത്യ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പുറത്തു വരുന്നില്ല. അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയുമോ? അല്ല, വിശദാംശങ്ങൾ നമുക്കും പരിമിതമായ സോഴ്സുകളേ ഉള്ളൂ. ഇപ്പോൾ ഈ വീണ്ടും ഇത് ചർച്ചയാവാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഇന്ത്യയിലെ അംബാസഡർ റുവാൻ അസർ ഒരു മാധ്യമത്തിനോട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ആയുധം തന്നു എന്ന് മാത്രമല്ല, ബൈഡൻ സർക്കാർ ഞങ്ങൾ റഫ ആക്രമിക്കാൻ തീരുമാനിച്ചപ്പോൾ, റഫയിലായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഹമാസിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ടായിരുന്നത്, അത് ആക്രമിക്കാൻ ശ്രമിച്ച സമയത്ത് അവിടെ ആക്രമിക്കാൻ ഭൂമിക്കടിയിലുള്ള രഹസ്യ താവളങ്ങളൊക്കെ ആക്രമിക്കാൻ പറ്റുന്ന ശക്തമായ ബോംബുകൾ ആവശ്യമുണ്ടായിരുന്നു. ആ ബോംബുകൾ തന്നില്ല. തരാതെ റഫ ആക്രമണം നടക്കില്ല എന്ന സ്ഥിതി വന്നു. റഫ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം നേടാൻ പറ്റിയത്. കാരണം അവരുടെ പ്രധാനപ്പെട്ട അണ്ടർഗ്രൗണ്ട് കമാൻഡ്സൊക്കെ തകർക്കാൻ പറ്റി, ഒരുപാട് ഭീകരവാദികളെ കൊല്ലാൻ പറ്റി. അപ്പോൾ അതിന് ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ബൈഡൻ ഗവൺമെൻറ് പറഞ്ഞു, അരുത്, അത് ആക്രമിക്കാനുള്ള ആയുധങ്ങൾ ഞങ്ങൾ തരത്തില്ല എന്ന് പറഞ്ഞ് ആ കണ്ടെയ്നേഴ്സൊക്കെ തടഞ്ഞു വെച്ചു. അപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, കേരളത്തിൽ പോലും വലിയ റഫ, സേവ് റഫ എന്നും പറഞ്ഞ് സിനിമാടന്മാരൊക്കെ ഇവിടെ ഫേസ്ബുക്കിലൊക്കെ ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു. കാരണം അവർക്കും അറിയാമായിരുന്നിരിക്കും ഈ ഹമാസ് ഭീകരന്മാരിരിക്കുന്ന അവിടെയാണ്, അതുകൊണ്ട് അവിടെ ആക്രമിക്കരുതെന്ന് ഇവിടുത്തെ സിനിമാക്കാർക്ക് പോലും തോന്നി. ആ സമയത്ത് ഇപ്പോൾ റുവാൻ അസർ പറഞ്ഞത് വളരെ നിർണായകമായ സഹായം ഇന്ത്യയിൽ നിന്ന് കിട്ടി. ഇന്ത്യയിൽ നിന്ന് സഹായം കിട്ടിയപ്പോൾ ഞങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടിയത്? അമേരിക്ക കൊടുക്കാതിരുന്ന എന്തോ സാധനം ഇന്ത്യ കൊടുത്തു എന്നാണ് പുള്ളി പറയുന്നതിൻ്റെ വരികൾക്കിടയിൽ നമുക്ക് വായിക്കേണ്ടത്. കാരണം ആക്രമിക്കാൻ വേണ്ടുന്ന വെപ്പൺസ് അല്ല, ബങ്കർ ബസ്റ്റർ പോലെയുള്ള ബോംബുകൾ അമേരിക്ക കൊടുത്തില്ല. ആ സമയത്ത് ആക്രമണം നിൽക്കുന്ന അവസ്ഥ വന്നപ്പോൾ ഇന്ത്യ ഞങ്ങളെ സഹായിച്ചു. എങ്ങനെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അത് പൈസ കൊടുത്തിട്ട് കാര്യമില്ല. പൈസ കൊടുക്കാൻ നമ്മുടെ പൈസ ഇസ്രായേലിന് വേണ്ട. പിന്നെന്തായിരിക്കും, അമേരിക്കയിൽ നിന്ന് കിട്ടേണ്ട അതേ സാധനം നമ്മൾ കൊടുത്തിരിക്കാം എന്നാണ് ഒരു സങ്കല്പം. ഇതൊക്കെ സങ്കല്പമാണ്, അങ്ങനെയാണ് പറഞ്ഞത്, അംബാസഡറാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ വായിച്ചെടുക്കാം. ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ് ഇപ്പോൾ സംശയം. നമ്മളിങ്ങനെ കൊടുത്തെങ്കിൽ അങ്ങനെ യുദ്ധം നടക്കുമ്പോൾ നമുക്കിവിടെ നേരിട്ട് ആയുധങ്ങൾ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള സംശയം സ്വാഭാവികമാണ്. അപ്പോൾ അത് ദൂരീകരിച്ചാലേ നമുക്ക് ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി വരത്തുള്ളൂ. ഇത് ഞാൻ ഒരു വർഷം മുമ്പത്തേക്ക് പോവാണ്, 2024 മെയ് 15, ഒരു വർഷം മെയ് ആകാൻ പോകുന്നു. ഒരു വർഷം മുമ്പ് ഒരു കപ്പൽ, അങ്ങനെ കപ്പൽ ആഫ്രിക്കൻ തീരം ചുറ്റി സ്പെയിനിനടുത്തേക്ക് പോവുകയാണ്. സ്പെയിനിൻ്റെ അടുത്തുള്ള ഒരു തുറമുഖത്ത്, കാർട്ടാജീന തുറമുഖത്ത് ഈ കപ്പലിന് ഒന്ന് നങ്കൂരിടണം. ദീർഘമായ യാത്രയാണ്. ആ കപ്പൽ പുറപ്പെട്ടിരിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ്. ആ കപ്പലിൻ്റെ പേര് ബോർക്കം എന്നാണ്. ബോർക്കം എന്ന് പറയുന്ന കപ്പൽ സ്പെയിനിൽ അടുത്തുള്ള കാർട്ടാജീനയ്ക്കടുത്തുള്ള തുറമുഖത്തേക്ക് വരുന്നു. അവരവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ആങ്കർ ചെയ്യാനുള്ള സൗകര്യം വേണം, ദീർഘയാത്ര, ഒരുപാട് വലിയ യാത്രയാണ് എന്ന് ആവശ്യപ്പെടുന്നു. ഇതേ സമയത്ത് സ്പെയിനിലൊരു സംഭവം നടന്നു. സ്പെയിനിൽ അവിടുത്തെ ഇടതുപക്ഷ പാർട്ടിയായ സുമാർ പാർട്ടി, തീവ്ര ഇടതുപക്ഷ പാർട്ടിയായ അവരും പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സംഘടനകളോടും ഈ തുറമുഖത്തേക്ക് വലിയ തോതിൽ വന്നിട്ട് ഇടതുപക്ഷക്കാരും ഈ പലസ്തീൻ അനുകൂലികളും, സ്പെയിനിലുള്ള പലസ്തീൻ അനുകൂലികളുണ്ട്, വലിയ പ്രകടനം നടത്തി. ഈ കപ്പൽ ഇവിടെ അടുപ്പിക്കരുത്, അടുപ്പിച്ചാൽ ഈ കപ്പൽ പിടിച്ചെടുത്തിട്ട് കപ്പൽ എന്താണെന്ന് പരിശോധിക്കണം. ഈ കപ്പൽ ചെന്നൈയിൽ നിന്ന് വരികയാണ്, ഈ കപ്പൽ ഇന്ത്യയിലെ ചെന്നൈയിൽ നിന്ന് വരുന്നു, ഈ കപ്പൽ നിറച്ച ആയുധങ്ങളാണെന്ന് പറഞ്ഞ് വലിയ ബഹളം കൂട്ടി. ഇപ്പോൾ കപ്പൽ അങ്ങനെ കാർട്ടാജീന തുറമുഖത്തേക്ക് ബോർക്കാം എന്ന് പറഞ്ഞ കപ്പൽ, ചരക്ക് കപ്പല വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കരയിൽ ബഹളം നടക്കുന്നത്. അവിടുത്തെ യൂറോപ്യൻ പാർലമെൻറ്റിലെ ഇടതുപക്ഷ എംപിമാരെല്ലാം കൂടെ ചേർന്നിട്ട് സ്പാനിഷ് പ്രസിഡൻ്റായ പെട്രോ സാർക്കസിന് ഒരു കത്തയച്ചു. അപ്പം തന്നെ കത്ത് പറഞ്ഞാൽ പോസ്റ്റ്മാൻ കൊണ്ട് കൊടുക്കുന്നില്ല, മെയിൽ അയച്ചു. മെയിലിൽ പറഞ്ഞു, ഈ കപ്പൽ ഒരു കാരണവശാലും ഇവിടെ ബർത്ത് ചെയ്യാൻ, നങ്കൂരിടാൻ സമ്മതിക്കരുത്, ബർത്ത് ചെയ്താൽ നമ്മൾ ആ കപ്പൽ പിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പം കപ്പൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ, ചെന്നൈയിൽ നിന്ന് പോയ ഈ കപ്പൽ അങ്ങനെ ഈ തുറമുഖം നോക്കി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോഴാണ് കരയിൽ പ്രതിഷേധം. ഇടതുപക്ഷ എംപിമാർ പ്രസിഡന്റിന് കത്തയക്കുന്നു. അപ്പോൾ പ്രസിഡന്റിന് അങ്ങനെ വലിയ കോലാഹലമായപ്പോഴത്തേക്ക് ഈ കപ്പൽ എന്തെന്ന് പറയുക, കപ്പൽ സ്പെയിനിലെ കാർട്ടാജീന തുറമുഖത്തേക്ക് അടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കപ്പലൊക്കെ തിരിച്ചുപോയി. അതായത് സ്പെയിൻ ഈ കപ്പലിനെ പിടിച്ചെടുക്കണം, അവിടെ ആങ്കർ ചെയ്താൽ തന്നെ പരിശോധിക്കണം, അതിനകത്ത് എന്താണെന്ന് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവരെന്ത് ചെയ്തു, കപ്പൽ അടുപ്പിക്കാതെ കപ്പൽ തിരിച്ചുപോയി. അപ്പോൾ അത് പോയ ഉടനെ അവിടുത്തെ നേരത്തെ പറഞ്ഞ സുമാർ എന്ന് പറഞ്ഞ ലെഫ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് ഇനിഗോ ഇറിജോൺ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ സത്യമാണ്, എന്തുകൊണ്ടാണ് ആ കപ്പൽ നമ്മളിവിടെ പ്രതിഷേധിച്ചപ്പോൾ ഇവിടെ അടുക്കാതെ പോയത്? അതിന് കാരണം ആ കപ്പൽ ആയുധമായിരുന്നു. ഇന്ത്യ ഇസ്രായേലിനെ സഹായിക്കാൻ ആയുധം കൊണ്ടുപോവുകയാണ്, അതുകൊണ്ടാണ് ആ കപ്പൽ
തിരിച്ചുപോയത്. അപ്പോൾ ആരോ ഇവിടുന്ന് ഒറ്റ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇറങ്ങിയ പ്രശ്നമാണെന്ന് ആരോ കപ്പലിലേക്ക് വയർലെസ് വഴിയോ എങ്ങനെയോ വിവരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ തിരിച്ചു പോയത്. എന്തായാലും നമ്മൾ പറഞ്ഞത് ശരിയായി, ഇസ്രായേലിനെ സഹായിക്കാനുള്ള ആയുധങ്ങളാണ് കപ്പലിൽ വന്നത്. അപ്പോൾ സ്പെയിനിനൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലൂടെ കപ്പൽ പോകുന്നത്. അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ പോകുന്നൊരു കപ്പൽ പിടിച്ചെടുക്കാനൊന്നും സ്പെയിനിന് പറ്റത്തില്ല. നമ്മൾ സ്പെയിനിൻ്റെ രാജ്യാതിർത്തിയിൽ കയറിയാൽ മാത്രമേ സ്പെയിനിന് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു ചെറിയ വാർത്തയായിട്ട്, ഈ കപ്പലിൻ്റെ പേരൊന്നുമില്ലായിരുന്നു, ഇന്ത്യൻ കപ്പൽ അവിടെ ചെന്നു എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞൊരു കൊച്ചു വാർത്ത നമ്മുടെ പത്രങ്ങളിൽ വന്നിരുന്നു. വളരെ ചെറിയ വാർത്ത. ഈ ഡീറ്റെയിൽസും ഇങ്ങനെ സമരം നടന്നെന്നും അവിടുത്തെ സുമാർ പാർട്ടി ഇടപെട്ടെന്നും അതിൻ്റെ പ്രസിഡന്റ് ഇനിഗോ ഇറിജോൺ അത് കഴിഞ്ഞ് കപ്പൽ പോയപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ഇട്ടോന്നും നമ്മുടെ നാട്ടിലൊന്നും ആരും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ കപ്പൽ നേരെ ഗസയിൽ നിന്ന് 30 കിലോമീറ്റർ അപ്പുറത്തുള്ള ഇസ്രായേൽ തുറമുഖമായ അഷ്ദോദ് തുറമുഖത്ത് വന്നടുത്തു എന്നാണ് പറയപ്പെടുന്നത്. കപ്പൽ പോയി, കപ്പലിനെ സ്പെയിൻ കണ്ടു, കപ്പൽ അവിടെ ചെന്നിട്ടുമുണ്ട്. പിന്നെ ചിലരൊക്കെ പറഞ്ഞു ഇങ്ങനെ കപ്പൽ, നമ്മളൊരിക്കൽ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഒരു കപ്പൽ ഇങ്ങനെ പോയിട്ടുണ്ട്, സ്പെയിൻ വഴിയാണ് പോയത്. അപ്പോൾ ചില ആളുകൾ താഴെ വന്നു, പിന്നെ സ്പെയിൻ വഴി പോകുന്നു, വട്ടുണ്ടോ ഇത്രയും കറങ്ങിപ്പോകാൻ? വട്ടല്ല, അത് ബുദ്ധിയുള്ളതുകൊണ്ട് പോയതാണ്. റെഡ് സീയിലൂടെ പോയാൽ എളുപ്പമാണ്, റെഡ് സീയിലൂടെ പോകാൻ. പക്ഷേ റെഡ് സീയിലൂടെ പോയാൽ അപകടമുണ്ട്, ഹൂത്തികളുടെ ആക്രമണം നടക്കും. അത് മാത്രമല്ല, കപ്പൽ നിറച്ച ആയുധവും കൊണ്ട് പോകുന്നതാണെങ്കിൽ ഹൂത്തികൾ ആക്രമിച്ചാൽ ഭയങ്കരമായി എക്സ്പ്ലോഡ് ചെയ്യും. അതുകൊണ്ട് വളഞ്ഞു ചുറ്റി ചെങ്കടൽ ഒഴിവാക്കി, റെഡ് സീ ഒഴിവാക്കി ഈ കപ്പൽ സ്പെയിൻ വഴി പോകാൻ നോക്കിയാണ്. സ്പെയിനിൽ വന്ന് ബർത്ത് ചെയ്ത് ചിലപ്പോൾ റീഫ്യൂൽ ചെയ്യണം, അല്ലെങ്കിൽ ആളുകൾക്കൊന്ന് പുറത്തിറങ്ങണം. എല്ലാ കപ്പലുകളും ചരക്ക് കപ്പലുകൾ വന്ന് എടുക്കും. പക്ഷേ അതിന് സ്പെയിനിലെ ഇടതുപക്ഷക്കാരും ഇസ്ലാമിസ്റ്റുകളും, നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഇവിടുത്തെ ഇടതുപക്ഷക്കാരും CPM-ഉം ഇസ്ലാമിസ്റ്റുകളും ചേർന്നിട്ട് ബഹളം ഉണ്ടാക്കുന്ന പോലെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അവർ തിരിച്ചുപോയി കപ്പൽ അവിടെ ചെന്നു. അതിനകത്ത് പറയുന്നത്, പിന്നീട് ഇത് സംബന്ധിച്ച് അൽ ജസീറയിൽ ഒരു വാർത്ത വന്നു. അൽ ജസീറയിൽ പറയുന്നത് ഈ പോയ കപ്പലിലുണ്ടായിരുന്നത് റോക്കറ്റ് എഞ്ചിനുകൾ, എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ്, പ്രൊപ്പല്ലൻസ് ഫോർ കാനൻസ്, പീരങ്കി ഉണ്ടകളുടെ പ്രൊപ്പല്ലൻസ്, ഇത്തരം സാധനങ്ങളാണ് ഈ കപ്പലിൽ പോയത്. എന്താണ് അൽ ജസീറ റിപ്പോർട്ട്? അതായത് റോക്കറ്റ് എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ അത് ഈ ബറാക്ക് മിസൈൽ ഉണ്ടല്ലോ, ബറാക്ക് മിസൈൽ ഇടയിലുണ്ട്. ഈ ബറാക്ക് മിസൈലിൻ്റെ പ്രൊപ്പല്ലൻ്റായിട്ട് പ്രവർത്തിക്കുന്ന പ്രൊപ്പല്ലൻസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഈ കപ്പലിലുണ്ടായിരുന്നതാണ് അൽ ജസീറയുടെ വാർത്ത. അത് കഴിഞ്ഞിട്ട് പിന്നീടൊരു വാർത്ത കൂടെ വന്നു, മറ്റൊരു കപ്പൽ വന്നിരുന്നു. മറ്റൊരു കപ്പൽ വന്നത് ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്താണ് വന്നത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ഒരുപാട് വ്യാപാരങ്ങൾ നടത്തുന്നുണ്ട്, കണ്ടെയ്നറുകൾ പോകുന്നുണ്ട്. ഇപ്പോൾ അരക്കൻ ആർമിയുടെ പ്രശ്നം നമ്മൾ പറഞ്ഞല്ലോ. അരക്കൻ ആർമിയുടെ മ്യാൻമറിൽ നിന്ന് അവർ ബംഗ്ലാദേശിൽ കുറേ ഭാഗം പിടിച്ചെടുത്തു, അതിർത്തി പിടിച്ചെടുത്തു, മ്യാൻമറിൻ്റെ ഒരുപാട് പ്രദേശം പിടിച്ചെടുത്തു. ഈ അരക്കൻ ആർമിയുമായി ഇന്ത്യയുടെ ഒരു MP പോയി സംഭാഷണമൊക്കെ നടത്തിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അത്യാവശ്യം കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു കപ്പൽ പോവുകയും അവിടെ അവർക്ക് ഒരുപാട് ഉരുളക്കിഴങ്ങ് കൊടുക്കുകയും ചെയ്തത്. ഉരുളക്കിഴങ്ങ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അരക്കൻ ആർമിയുടെ മട്ടും ഭാവമൊക്കെ മാറി. ഉരുളക്കിഴങ്ങ് കഴിച്ച് അവർക്ക് ശക്തി ഉണ്ടായി, അവർ പുതിയ യൂണിഫോം ഇടുന്നു, അവർക്ക് വലിയ ട്രക്കുകൾ, ആർമർ വെഹിക്കിൾസ്, മെഷീൻ ഗണ്ണുകളൊക്കെ വരുന്നു. അപ്പം നമ്മുടെ കപ്പൽ ഉരുളക്കിഴങ്ങുമായി ചെല്ലുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന അരക്കൻ ആർമിയല്ല കപ്പൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടത്. അപ്പോൾ ഉരുളക്കിഴങ്ങിന് ഒരു എന്തൊക്കെയോ ആളുകളുടെ രൂപഭാവങ്ങളൊക്കെ മാറ്റാനുള്ള ശക്തി ഉണ്ടെന്ന് തോന്നും. അങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയില്ല, അതിൽ ചില ആളുകൾ ഉരുളക്കിഴങ്ങിൻ്റെ രൂപത്തിൽ വേറെ സാധനങ്ങളൊക്കെയാണ് പോയതെന്ന് പറയുന്ന ആളുകളുണ്ട്. അറിയത്തില്ല, അതൊന്നും പറയാൻ നമ്മൾ ആളുമല്ല. എന്തായാലും അതിന് ശേഷവും അതിനു മുമ്പുമുള്ള അരക്കൻ ആർമിയുടെ ചിത്രങ്ങൾ കാണുമ്പോൾ അതിൻ്റെ അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ, പണ്ടൊക്കെ വള്ളിച്ചെരുപ്പിട്ട് നടന്ന പാർട്ടി പിന്നെ നല്ല യൂണിഫോമൊക്കെ ഇട്ട് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്നതാണ് കണ്ടത്. അതുപോലെ പിന്നൊരു കാര്യം കിട്ടുന്നത്, ഇപ്പം ലെബനോണിലെ യുദ്ധം നടന്ന, ഹിസ്ബുള്ളയായിട്ട് യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ ലെബനോണിൽ അന്താരാഷ്ട്ര സൈന്യം ഉണ്ട്, ഇൻ്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉണ്ട്. അതിൽ ഏതാണ്ട് 9,000 പേര് ഇന്ത്യൻ പട്ടാളക്കാരാണെന്നാണ് പറയുന്നത്. ഏതാണ്ട് ഒരു 10-25,000 പട്ടാളക്കാരാണ്. 9,000 ഇന്ത്യൻ ഭടന്മാരുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അത് കൂടിയും കുറഞ്ഞിരിക്കും. പക്ഷെ ഒരിടയ്ക്കൊരു വാർത്ത വന്നിരുന്നു, പെട്ടെന്ന് അവിടെ എന്തോ ഒരു കാഷ്വാലിറ്റി ഉണ്ടായി, അപകടം ഉണ്ടായി. ഇന്ത്യൻ ഭടന്മാരെ ഒഴിപ്പിക്കാൻ വേണ്ടി അവർക്ക് സഹായ വസ്തുക്കളുമായിട്ട് ഇന്ത്യയുടെ ഒരു ഫൈറ്റർ പ്ലെയിൻ, യുദ്ധവിമാനമല്ല, ഒരു കാർഗോ പ്ലെയിൻ അങ്ങോട്ട് പോയി ഇന്ത്യൻ ആർമിക്ക് വേണ്ടുന്ന സാധനങ്ങൾ കൊടുക്കാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ ആർമി അവിടെയുണ്ട്, സമാധാന സേനയുണ്ട്, അവർക്ക് ആയുധം കൊടുക്കേണ്ടത് ആരാണ്? ഇന്ത്യയാണ്, വേറെ ആരും കൊടുക്കില്ലല്ലോ. കാരണം ഓരോ രാജ്യത്തിൻ്റെ ആർമിയും ഈ ഐക്യരാഷ്ട്ര സമാധാന സേനയുടെ ഭാഗമായി അവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ആയുധങ്ങൾ അതത് രാജ്യങ്ങളാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഇന്ത്യൻ ആർമിക്ക് ഒരു ആവശ്യം വന്നു. അപ്പോൾ നമ്മുടെ ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, വലിയ കൂറ്റൻ വെഹിക്കിൾ അവിടെ ചെന്നു.
അവർക്ക് വേണ്ടുന്ന ആയുധങ്ങളൊക്കെ കൊടുത്തു എന്ന് പറയുന്നത്. ചില ആളുകൾ പറയുന്നത് അത് അവിടെ ഇന്ത്യൻ ആർമിക്ക് കൊടുക്കാനെന്നും പറഞ്ഞ് പോയി, പക്ഷേ സാധനം ഇറക്കിയിട്ട് കയറിപ്പോയത് ഇസ്രായേലിലേക്കാണ് എന്നൊരു കഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങളാണ്, ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് ആണ്, ക്ലാസിഫൈഡ് ഇൻഫർമേഷൻസ് ആണ്, ഇതൊക്കെയാണ് വസ്തുത. പക്ഷേ ഇതിനകത്ത് നോക്കുമ്പോൾ അൽ ജസീറ പറയുന്നതിനകത്ത് കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ബറാക്ക് മിസൈലാണ് കാര്യമായി ഇവർ ഉപയോഗിക്കുന്നത്. ബറാക്ക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ബറാക്ക് മിസൈലിൻ്റെ പ്രീമിയർ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി നിർമ്മിച്ച സോളിഡ് പ്രൊപ്പല്ലൻസ് ബറാക്ക് മിസൈലുകൾക്ക് വേണം. അത് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ കമ്പനിയായ പ്രീമിയർ എക്സ്പ്ലോസീവ്സ് ആണ്. അത് നമ്മുടെ സർക്കാരിന് വേണ്ടി ഇപ്പം നമ്മൾ മോദി സർക്കാരിൻ്റെ കാലത്ത് ഈ സൈനിക ഉപകരണങ്ങളും സ്വകാര്യ മേഖലയിൽ നിർമ്മിക്കുന്നുണ്ട്. അദാനിക്ക് നിർമ്മിക്കുന്നുണ്ട്, ടാറ്റ നിർമ്മിക്കുന്നുണ്ട്, മഹീന്ദ്ര നിർമ്മിക്കുന്നുണ്ട്. അവരെ നമ്മൾ ആവശ്യത്തിനുള്ള സാധനം, ഇന്ന സാധനം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അവരുണ്ടാക്കും. അത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സൈന്യം വാങ്ങും. അങ്ങനെ നമ്മുടെ സൈന്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഈ കമ്പനിയിൽ നിന്ന് നമ്മൾ സമ്മതിച്ചാലേ വേറൊരു രാജ്യത്ത് മേടിക്കാൻ പറ്റുള്ളൂ. ആ പ്രീമിയർ എക്സ്പ്ലോസീവ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ഇസ്രായേലിന് ആയുധങ്ങൾ പോയിട്ടുണ്ട് എന്ന് പറയുന്ന അൽ ജസീറയാണ് ഹമാസിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന വാർത്താ മാധ്യമമാണ്. അറിയാലോ, ലോകത്തിലെ ജിഹാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ് അൽ ജസീറ. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദാനി എബിലിറ്റ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചറുണ്ട്. ഹൈദരാബാദിൽ ഒരു ഫാക്ടറി ഉണ്ട്. അവർ ഡ്രോണുകൾ നിർമ്മിക്കുന്നു. ഡ്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോട്ടോഗ്രാഫർ ഉപയോഗിക്കുന്ന ഡ്രോണല്ല, കൂറ്റൻ വിമാനത്തിൻ്റെ വലിപ്പമുള്ള ഡ്രോണുകൾ. ഇത്തരം ഡ്രോണുകൾ നിർമ്മിക്കുന്ന ഹെർമസ് 900 എന്ന് പറഞ്ഞ ഡ്രോണുകൾ ഇന്ത്യയിൽ അദാനിയും എബിലിറ്റും കൂടെ ചേർന്നിട്ട് നിർമ്മിക്കുന്നത്. എബിലിറ്റ് സിസ്റ്റംസ് പ്ലസ് അദാനി കൊളാബറേഷനിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡ്രോണുകൾ ഇസ്രയേലിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതും അൽ ജസീറ പറയുന്നതാണ്. അപ്പോൾ അതിനകത്തൊരു ചിത്രം കാണിക്കാം. ഈ ഡ്രോണും അൽ ജസീറയുടെ സൈറ്റിൽ അന്ന് ഈ വാർത്ത വന്നത് നെതന്യാഹുവിൻ്റെ ചിത്രം, മോദിയുടെ ചിത്രം, നടുക്ക് ഹെർമസ് 900 എന്ന് പറഞ്ഞ ഡ്രോണിൻ്റെ പടവും കാണിച്ചിട്ട് അൽ ജസീറ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതുകൂടാതെ ന്യൂസിനത്ത് റെഫ്യൂജി ക്യാമ്പിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി. ഇസ്രായേൽ മിസൈലുകൾ വിമാനത്തിൽ ഒന്ന് മിസൈൽ പ്രയോഗിച്ചു. ആ മിസൈൽ വീണ് മിസൈലിൻ്റെ ഒരു ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ മിസൈൽ സൂം ചെയ്ത് കാണുമ്പോൾ മിസൈൽ എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എങ്ങനെയോ എത്തി. പക്ഷേ അവിടെ ഈ തീവ്രവാദികളുടെ ഒളിത്താവളമായ നുസീറത്ത് ക്യാമ്പിൽ ഉൾപ്പെടെ വീണ മിസൈലുകൾ കണ്ടെടുത്തതിൽ നിന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ കാര്യമായി നമ്മൾ സഹായിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല, സഹായിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ സർക്കാരും തമ്മിലുള്ള കാര്യങ്ങളാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേലിനെ മറക്കാൻ ഇന്ത്യക്ക് ഒരിക്കലും കഴിയില്ല. കാരണം കാർഗിൽ യുദ്ധകാലത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അമേരിക്ക പോലും നമ്മളെ തള്ളിപ്പറഞ്ഞ സമയത്ത് നമ്മളെ സഹായിച്ച ഏകരാജ്യം ഇസ്രായേലാണ്. അതുകൊണ്ട് ഇസ്രായേലിനൊരു ആവശ്യം വന്നാൽ ഇന്ത്യ ഉണ്ടാവും. മാത്രമല്ല ഒരുപാട് കാലങ്ങളായി ഇന്ത്യക്കുണ്ടായിരുന്ന ചേരിചേരാ നിലപാടുകൾ മാറ്റിവെച്ചിട്ട് ഇസ്രായേലിന് അനുകൂലമായി പരസ്യമായി നിലപാടെടുത്തത് പലസ്തീൻ രാജ്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഞങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെയാണ്. കാരണം ഇസ്രായേൽ നേരിടുന്ന പ്രശ്നവും തീവ്രവാദമാണ്. ആ തീവ്രവാദ ഭീഷണി അനുഭവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇസ്രായേലിൻ്റെ കൂടെ ഇന്ത്യ ഉണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ നയം, മോദിയുടെ നയം, NDA സർക്കാരിൻ്റെ നയം, BJPയുടെ നയം. ആ നയത്തിൻ്റെ ഭാഗമായിട്ട് സാധനമൊക്കെ പോയിട്ടുണ്ട്. അത് ആർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർ മാറിയിരുന്ന് ഏതെങ്കിലും മൂലക്കിരുന്ന് കരയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.